സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നടത്തിയ ഒരു പരാമർശമുണ്ടല്ലോ, അതിൽ നിന്നാണല്ലോ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഒരു തുടക്കം. തൊഴിലില്ലാത്ത യുവാക്കളെ ജസ്റ്റിസ് സൂര്യകാന്ത് പാറ്റകളോട് ഉപമിച്ചു എന്നാണ് പരാതി ഉയർന്നത്. എത്ര ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയായാലും കാരണമില്ലാതെ ആരെയും ഇകഴ്ത്തി കാണിക്കരുത്. പക്ഷേ സൂര്യകാന്തിൻ്റെ പരാമർശം പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് വ്യാജ ബിരുദങ്ങൾ ഉപയോഗിച്ച് മാധ്യമ മേഖലകളിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നവരെയും വ്യവസ്ഥിതിയെ നിരന്തരം വിമർശിക്കുന്ന ചിലരെയുമാണ് അദ്ദേഹം കോക്രോച്ചുകളോട്, പച്ചമലയാളത്തിൽ പറഞ്ഞാൽ പാറ്റകളോട് ഉപമിച്ചത്. അതിലെന്താണ് തെറ്റ്? അല്ല, അതിനകത്ത് അദ്ദേഹം പറഞ്ഞതിനകത്ത് തെറ്റുണ്ട് എന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നില്ല. കാരണം അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ രാജ്യത്തെ ചെറുപ്പക്കാരെ ഒന്നും അല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. വ്യാജ ഡിഗ്രികൾ ഉപയോഗിച്ചുകൊണ്ട് കോടതി മുറിക്കകൾക്ക് അകത്തുവന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ടാണെന്നുള്ള കാര്യം. പക്ഷേ അതിനെ കൃത്യമായി മുതലെടുത്തുകൊണ്ട് അതിനകത്തൊരു നമ്മൾ ഈ ഹൂക്ക് വേർഡ് എന്നൊക്കെ പറയുന്ന പോലത്തെ പുതിയ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പുതിയ സിനിമകളിൽ പാട്ട് എഴുതുമ്പോൾ ഒരു ഹൂക്ക് വേർഡ് ഉണ്ടാവണം എന്ന് പറയും. അതുപോലൊരു ഹൂക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കോക്രോച്ച് എന്ന് പറയുന്ന എടുത്തുകൊണ്ട് വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുവന്ന് അതിൻ്റെ പുറത്തൊരു ക്യാമ്പയിൻ സെറ്റ് ചെയ്യാൻ എന്നെ കൂടുതൽ അതിനകത്ത് ആ വിഷയത്തിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈമിംഗ് വളരെ പ്രധാനമാണ്. ഒന്ന് വെസ്റ്റ് ബംഗാൾ തിരഞ്ഞെടുപ്പ് കൂടി കഴിയുന്നതോടുകൂടി അതിൻ്റെ റിസൾട്ട് വരുന്നതോടുകൂടി BJP ഒരു പരിധിവരെയുള്ള വലിയൊരു ശക്തി ആയി എന്നും അടുത്ത 2029 ഇനി BJP എന്തായാലും തിരിച്ചു വരുമെന്നുമുള്ള ഒരു നറേറ്റീവ് പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കപ്പെടുന്നൊരു സമയമാണ്. വെസ്റ്റ് ബംഗാൾ പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. പർട്ടിക്കുലർലി നമ്മുടെ നേഷൻ സെക്യൂരിറ്റിയുടെ ആംഗിളിലൂടെ നോക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടില്ല എന്ന് പറയുന്നൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. BJP ഗവൺമെൻറ് അതിഗംഭീരമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാഷണൽ സെക്യൂരിറ്റിയുടെ തലത്തിലായിരുന്നാലും ശരി തന്നെയാണ്, പ്രതിരോധത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും ശരി തന്നെയാണ്, ജിയോ പൊളിറ്റിക്കൽ സ്റ്റേജിലായിരുന്നാലും ശരി തന്നെയാണ്. എല്ലാ സ്റ്റേജിലും അത് ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ ചെയ്യാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു തലത്തിലും അതിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഇത്തരത്തിലുള്ള കുറേ ഡ്രാമ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് എഡിഷനായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ.